ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കണം കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിന് നമുക്കിതിൽ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മസാല ഉണ്ടാക്കണം. ഞാൻ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു തുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, വലിയൊരു തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റാക്കി വെള്ളം ഒഴിക്കാതെ നമുക്ക് അരച്ചെടുക്കാം. അതിന് ശേഷം ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് ഉലുവയും വലിയ ജീരകം ഇട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സ് മുഴുവനായിട്ടിട്ട് നല്ലപോലെ എണ്ണ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് വേണ്ട പൊടികൾ ഇടണം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനെടുത്ത് നല്ലപോലെ കഴുകി കുതിർത്തിയിട്ട് അരിച്ചെടുത്തതാണ്. അത് ഒഴിച്ച് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് 2 പച്ചമുളക് ഇട്ട് പിന്നെ ഒരു തക്കാളി ഞാനിത് അതേപോലെ അരിഞ്ഞിടുന്നുണ്ട്. നമ്മൾ മീൻ കറിയിൽ തക്കാളി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ടിട്ടുണ്ട്. ഞാൻ തലയും എല്ലാം പാടെ ഇടണം കേട്ടോ. തലയും തുണ്ടും എല്ലാം പാടെ ഇട്ടിട്ടുണ്ട്. മീനും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നല്ലപോലെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതുപോലെ ഒന്നും ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി പറഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ, ഓക്കെ, താങ്ക് യു.